നൽകാനുള്ള ആ വലിയ ഹിമ്മത്തും ഇഖ്ലാസും ആഫിയത്തും നീ നൽകണം റഹ്മാനെ. അവരെ തണലിലായി സാധുക്കളായ ഞങ്ങൾക്ക് ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ നീ കാരണമാക്കണം റഹ്മാനെ. മഹാന്മാരായ ആരിഫീങ്ങളെ സാദാത്തീങ്ങളെ പറഞ്ഞ് അവരെ പ്രശംസ പറഞ്ഞ മദ്ഹ് ചെയ്ത ആലിമീങ്ങളെ സാദാത്തുക്കളെ മഹാനായ താജുൽ ഉലമാഇ ഖുദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനായ ശൈഖുനാ നൂറുൽ ഉലമാഇ എംഇ അബ്ദുൽ ഖാദിർ മുസ്ലിയാർ ഖുദ്ദസല്ലാഹു സിർറഹുൽ അസീസ് വഫാത്താകുന്ന സമയത്ത് കോടിക്കണക്കിന് രൂപയുടെ ഇടപാട് നടത്തി ജാമിഅ സഅദിയ എന്ന മഹത്തായ സ്ഥാപനമടക്കം ഒരുപാട് സ്ഥാപനങ്ങൾക്ക് നേതൃത്വം നൽകി സുന്നി പ്രസ്ഥാനത്തിന്റെ എന്നെന്നും ജീവിച്ചിരിക്കുന്ന അജയ്യമായ നേതൃത്വമായ മഹാനായ നൂറുൽ ഉലമ അറിയോ ബഹുമാനപ്പെട്ട അവിടുത്തെ അരുമ ശിഷ്യനായ ഇപ്പൊ ജാമിഅ സഅദിയുടെ പ്രൊഫസറായിട്ടുള്ള ബഹുമാനപ്പെട്ട ശൈഖുനാ സ്വാലിഹ് ഉസ്താദ് കഴിഞ്ഞൊരു പ്രഭാഷണത്തിൽ പറഞ്ഞതായി ഞാൻ ഓർക്കുന്നു. മഹാനവറുകൾ വഫാത്തിനോടടുക്കുന്ന സമയത്ത് അതാ നന്നായി ഫ്രഷായി നല്ല വസ്ത്രമൊക്കെ ധരിച്ച് നല്ല വൃത്തിയിൽ കിടക്കുമ്പോ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു പറഞ്ഞൊരു തലയണ വെച്ച് തരണം. നോക്കുമ്പോ ആ തലയണ ഇങ്ങനെ വെച്ച് നോക്കുമ്പോ ശരിക്കും മുഖമങ്ങോട്ട് ഖിബലയിലേക്ക് റെഡിയായി നിൽക്കുന്നു. രണ്ട് കൈയും ഇങ്ങനെ നീർത്തി പിടിച്ചുകൊണ്ട് സ്റ്റഡിയായിട്ട് ഇങ്ങനെ കടന്ന് ഉറക്കെ ചൊല്ലുകയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിയിട്ട് വളരെ സുന്ദരമായി ലോകത്തോട് വിട പറഞ്ഞ് റബീഉൽ ആഖിറിന്റെ അവസാന സമയം ഈ ഉമ്മത്തിനെ അനാഥയാക്കി ജാമിഅ സഅദിയുടെ പുണ്യമണ്ണിൽ വൈജ്ഞാനിക നവോമണ്ഡലങ്ങൾക്ക് വിസ്ഫോടനങ്ങളെ മാറ്റല് കുറിച്ചുകൊണ്ടുള്ള പരിശുദ്ധമായ സ്ഥാപനത്തിന്റെ പരിശുദ്ധമായ ചാരത്ത് ചന്ദ്രഗിരി പുഴയുടെ ചോരത്ത് മഹാന്മാരായ തളങ്കര മാലിക് ബിൻ ദീനാർ തങ്ങളെ ഓരം വെച്ചിക്കൊണ്ട് ആ മണ്ണിൽ കിടക്കുന്നു. ലോകത്തിന്റെ എവിടുന്ന് ഏത് മദ്രസയിൽ നിന്ന് ഏത് കുട്ടി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയുന്നുണ്ടോ ഒരംശം നൂറുൽ ഉലമായുടെ ഖബർ ഷരീഫിലേക്കാണ്. ആ നിലക്ക് ആരിഫീങ്ങളെ സ്മരിക്കപ്പെട്ട മജ്ലിസാണ്. അല്ലാഹുവേ അവരുടെ ദറജ ഉയർത്തി അവരെ കാവലും പൊരുത്തവും നീ ഞങ്ങൾക്ക് നൽകണം റഹ്മാനെ. മഹാനായ ബഹുമാനപ്പെട്ട ഇ കെ അബൂബക്കർ മുസ്ലിയാർ ഖുദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവിടുത്തെ ജ്യേഷ്ഠരും ശൈഖുമായ ബഹുമാനപ്പെട്ട ഇ കെ കമാലുദ്ദീൻ ഉമറുൽ ഖാദിരി റളിയല്ലാഹു അൻഹു അവിടുത്തെ പ്രിയപ്പെട്ട മകൻ റാഖിറായ വലിയ ആരിഫായ വളരെ ചെറുപ്പം മുതലേ നമ്മുടെ പസോട്ട് തങ്ങൾ ഉപ്പാപ്പയെ പോലെ സൂക്ഷ്മതയോടെ ജീവിച്ച വലിയ റാഖിറായ സാധുവായ ഞാൻ പഠിച്ച കൊല്ലം ജില്ലയിലെ ഖാദിസി അടക്കമുള്ള സ്ഥാപനത്തിന്റെ വലിയ ആത്മീയ നേതൃത്വമായ ബഹുമാനപ്പെട്ട ഇ കെ മുഹമ്മദ് ദാരിമി അൽ ഖാദിരി ഖുദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ശൈഖുനാ കാന്തപുരം ഉസ്താദിന്റെ അനുജൻ പുതിയാപ്പിള കൂടിയാണ്. മഹാനായ പി ഉസ്താദിനെ വല്ലാണ്ട് മഹബ്ബത്ത് വെക്കുകയും ഈ പ്രസ്ഥാനത്തിന് വലിയ പ്രതീക്ഷയുണ്ടാവുകയും ചെയ്ത മഹാനവറുകൾ അവിടെ നിന്നും വഫാത്തായത് റബീഉൽ ആഖിർ മാസത്തിലാണ്. അങ്ങനെ ഒരുപാട് മഹാന്മാർ ശൈഖുൽ ഹദീസ് നെല്ലിക്കുത്ത് ഇസ്മായിൽ മുസ്ലിയാർ ഇങ്ങനെ തുടങ്ങി പ്രഗൽഭരായ ആരിഫീങ്ങൾ പലരും ആ റബീഉൽ ആഖിറിൽ വിട പറഞ്ഞു. റബീഉൽ ആഖിറുടെ നീളം നമ്മൾ ഈമാനുള്ളവർ ആ ആരിഫീങ്ങളെ സ്മരണ കൊണ്ട് നമ്മുടെ പാപങ്ങളുടെ പ്രായശ്ചിത്തത്തിന്റെ വഴികൾ ഉണ്ടാക്കി. ഇനി സഹോദര ജിമാദുൽ ഊലയുടെ പരിശുദ്ധമായ ദിവസത്തിൽ സുൽത്താനുൽ ആരിഫീൻ ശൈഖ് അഹ്മദ് അൽ കബീർ റിഫായി റളിയല്ലാഹു അൻഹുവിന്റെ സ്മരണ കൊണ്ട് മുസ്ലിം ലോകം എപ്പോഴും അവരെ ഈമാനിന് ഊർജ്ജം കൂട്ടിക്കൊണ്ടിരിക്കുമ്പോ സാധുക്കളായ നമ്മൾ അതിലൊരു ബിന്ദുവായി എലിഞ്ഞു ചേരുകയാണ്. സാദാത്തുക്കളെ ദുആ പ്രതീക്ഷിച്ച് ഒരുമിച്ച് കൂടിയതാണ്. നമുക്ക് ഈ ദുനിയാവിലൊരു നേട്ടവും ആവശ്യമില്ല. മരിക്കുന്ന സമയത്ത് താജുൽ ഉലമായി പറഞ്ഞതുപോലെ മനസ്സൊന്ന് നന്നായി ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ശറഫാക്കപ്പെട്ട ഭൂമുഖമൊന്ന് കണ്ടു മരിക്കാൻ പറ്റണം. അതിനുവേണ്ടി നമ്മൾ സാദാത്തുക്കൾ ആരിഫീങ്ങളെ പിന്നിൽ അടിയുറച്ചു നിൽക്കുകയാണ്. അല്ലാഹുവേ ആരെ കൊണ്ടും ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല. ആരും ഈ പ്രസ്ഥാനത്തിൽ നിന്ന് ഈമാനുള്ളവരകന്നു നിൽക്കുകയില്ല. കാരണം ഇത് ലോകത്തിൽ ലാ തസാലു ത്വായിഫത്തു മിൻ ഉമ്മത്തി ളാഹിരീന അലൽ ഹഖ്. ഈ ലോകത്തെന്ത് സംഭവിച്ചാലും ഒരു വിഭാഗം ഹഖിൽ അടിയുറച്ചു നിൽക്കുമെന്ന് ആരംഭ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഞങ്ങൾ ആയുധമാക്കി സ്വീകരിച്ചുകൊണ്ട് ആരോപണങ്ങളുടെ നൂലാമാലകൾ ഞങ്ങളുടെ നേതൃത്വത്തിന് ധാരാളം ഉണ്ടായതാണ്. അതിലൊന്നും വ്യാകുലപ്പെടാതെ പ്രയാസപ്പെടാതെ ആരോപണങ്ങളെ കസ്തൂരിയായി സ്വീകരിച്ചുകൊണ്ട് ഈ ഉമ്മത്തിന്റെ ഈ സംഘടനാ സംവിധാനത്തിന്റെ അനുഗ്രഹീതമായ ചൈത്രയാത്ര ഇൻഷാ അല്ലാഹ് ഖിയാമത്ത് നാൾ വരെ ഉണ്ടാകുമെന്ന കാര്യം
ഇത് മഹാനായ ശൈഖുൽ അംബിയാ നൂഹ് അലൈഹിസ്സലാമിന്റെ കപ്പലാണ്. ഈ കപ്പലിൽ കയറിയവർക്ക് രക്ഷയുണ്ട്. മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉലമാ ഉമ്മത്തി കസഫീനത്തി നൂഹ്, എന്റെ ഉമ്മത്തിലെ പണ്ഡിതന്മാര് നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പലാണ്. ആര് അതിൽ കയറുന്നുണ്ടോ അവർ രക്ഷപ്പെട്ടു പോയി. ഇത്തബിഉ ഉലമാകും ഫഇന്നഹും സുർജുദ് ദുനിയാ വമസാബിഹുൽ ആഖിറ. നിങ്ങളെ പണ്ഡിതന്മാരെ നിങ്ങൾ അനുധാവനം ചെയ്യണം. കാരണം അവർ നിങ്ങളെ ദുനിയാവിന്റെ വിളക്കുകളാണ്, അവരാഖിറത്തിൽ നിങ്ങളെ വെളിച്ചമാണ്. 36,000 കൊല്ലം ദീർഘമുള്ള സിറാത്ത് പാലം വിട്ടുകിടക്കുമ്പോ, ഓ സഹോദരാ, ഇരുട്ടത്ത് തപ്പിത്തടഞ്ഞ് നടക്കുന്ന സമയം വരാനുണ്ട്. ആകാശഭൂമികൾ മാറ്റിമറിക്കപ്പെടുന്ന ദിവസമാണ് കേട്ടോ. കണ്ണ് കാണാതെ ഇരുട്ടത്ത് തപ്പുന്ന ദിവസമാണ് കേട്ടോ. ആ ദിവസത്തിൽ നമ്മുടെ നെറ്റിത്തടത്തിൽ ഒരു ടോർച്ച് വേണം. അതാണ് ബഹുമാനപ്പെട്ട ഇബ്നുൽ ജൗസി രേഖപ്പെടുത്തിയത് തന്റെ പുസ്തകത്തിൽ. 36 കൊല്ലം ഈ ലോകത്തിന്റെ സ്വൈദൂരമാണ്. ആ സിറാത്തുൽ മുസ്തഖീം എന്ന മാലിക് അലൈഹിസ്സലാമിന്റെ ഒരു കൺപുരികമാണ് സിറാത്ത്. മൂർച്ചയുള്ള വാളിനേക്കാളും കടുപ്പമാണ് സിറാത്ത്. ആ സിറാത്തിൽ 500 കൊല്ലം കയറണം, 500 കൊല്ലം ഇറങ്ങണം. ഓരോ കയറ്റത്തിലും ഇറക്കത്തിലും അതാ ഇറച്ചികൾ തൂക്കിയിടുന്നത് പോലെയുള്ള തൂണുകളുണ്ട്. ആ തൂണുകൾക്ക് ചുറ്റും അതാ ആകാശത്തിലെ നക്ഷത്രങ്ങളെ കണക്കായ സമാനിയാക്കളെന്ന മലക്കുകളുണ്ട്. ഇരുട്ടത്ത് തപ്പി തപ്പി വരുന്ന സാധുക്കളായ ആളുകളെ അവരൊരു പക്ഷേ ഹിസാബിൽ രക്ഷപ്പെട്ടവരാണെങ്കിലും നന്മതിന്മ തൂക്കിയതിൽ രക്ഷപ്പെട്ടവരാണെങ്കിലും ലാ യഅ്മനു മക്റല്ലാഹി ഇല്ലൽ ഖൗമുൽ ഖാസിറൂൻ. കണ്ണടച്ചിരുട്ടാക്കുന്ന ആളുകളില്ലേ, ഹക്ക് ബോധ്യപ്പെട്ടിട്ട് ഈ സമുദായത്തിന്റെ ചിത്രത എപ്പോഴും സ്വപ്നം കണ്ടുകൊണ്ട് മാത്രം കഴിയുന്ന, 4 കാശുണ്ടാക്കണം, രാഷ്ട്രീയത്തിൽ സ്ഥാനം കിട്ടണമെന്ന മോഹത്തോടുകൂടെ ഈ ഉമ്മത്തിനെ ഭിന്നിപ്പിക്കാൻ നടക്കുന്ന ആളുകൾ അവരല്ലാന്റെ ചതിയിൽ നിന്ന് നിർഭയരാവൂല. അവര് സാദാത്യങ്ങളെ കല്ലെറിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഉലമാക്കളെ ഗൈബത്ത് പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ, അവരേത് ഹോജാന്റെ പിന്നിലുണ്ടെങ്കിലും അവരല്ലാന്റെ ചതിയിൽ നിന്ന് നിർഭയരാവൂല. അവര് സിറാത്തിലെ അതാ ഗുണ്ടായിസത്തിന്റെ മോഡലിൽ ഒരു സബാനിയാക്കളെന്ന മലക്ക് ഈ ദുനിയാവിലേക്കൊന്ന് ഊതിയാൽ മശ്രിഖ് മഗ്രിബിന്റെ ഇടയിൽ ഒരു പുൽക്കൊടി പോലും ഉണ്ടാവില്ല. അത്രയും വലിയ കടുപ്പമുള്ള സബാനിയാക്കള്, ആ സബാനിയാക്കളെന്ന മലക്കുകള് പേരടിക്കങ്ങ് പിടിച്ചിട്ടതാ നരകത്തിലേക്ക് തള്ളിയിട്ട് പോയാ ഒരു നബിയുടെ ശഫാഅത്തും കിട്ടൂല കേട്ടോ, ഒരാളുകളുടെ ശഫാഅത്തും കിട്ടൂല. അതേ സമയത്ത് ജീവിതത്തിന്റെ ചെറിയ ജീവിതം ആരുടെ മുമ്പിലും ഹഖ് മറച്ചു വെക്കാതെ, ദുനിയാവ് മോഹിക്കാതെ, ആഖിറം ലക്ഷ്യം വെച്ചുകൊണ്ട് അഹിബ്ബു ലിന്നാസി മാ തുഹിബ്ബു ലിനഫ്സിക തകുൽ മുസ്ലിമാ. തന്റെ സഹോദരനിക്ക് നീ എന്തൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടോ അത് മുഴുവനും തന്റെ അയൽവാസിക്ക്, തന്റെ സഹോദരനിക്ക് നീ ഇഷ്ടപ്പെടുന്നത് വരെ മുസ്ലിമാകൂല. ആ നിലക്ക് ആഖിറം ഭയപ്പെട്ടുകൊണ്ട് ദുനിയാവിന്റെ ആഡംബരത്തിൽ കണ്ണുമഞ്ഞളിക്കാതെ ഈമാനോടെ ഒന്ന് രക്ഷപ്പെട്ട് ആ സിറാത്ത് മുസ്തഖീം എന്ന പാലം കിടക്കുമ്പോ എല്ലാ മുഅ്മിനീങ്ങളും നെറ്റിത്തടത്തിലും ഒരു വെളിച്ചമുണ്ട്. ആ വെളിച്ചം ഏതാണെന്നറിയോ? അതാണ് നമ്മുടെ വേദിയിലിരിക്കുന്ന ഈ നൂറ്, അതാണ് സാദാത്തുക്കളെന്ന വെളിച്ചം. അവരെ കൈപിടിക്കലല്ലാതെ, ആലിമീങ്ങളെ പിൻപറ്റലല്ലാതെ ഒരു രക്ഷയുമില്ല. ആ പ്രകാശമുള്ള ആളുകൾക്ക് സബാനിയാക്കൾ വഴിമാറിക്കൊടുക്കുന്നു. കാരണം അവ്വലു മൻ യമറു അല സിറാത്തി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആദ്യം സിറാത്ത് വിട്ടുകിടക്കുന്നത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. തങ്ങൾ സിറാത്തിന്റെ അപ്പുറത്ത് സ്വർഗത്തിന്റെ വാതിലിന്റെ അടുത്ത് നിന്നിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞു നിന്നുകൊണ്ട് പറയും, പൊന്നാര പെങ്ങളെ, ഹബീബായ തങ്ങളെ കുടുംബമാകുന്ന അഹ്ലു ബൈത്തിന്റെ ദുആക്ക് നിങ്ങൾ ആമീൻ പറഞ്ഞോ, ഹബീബായ തങ്ങളുടെ പേരിൽ സ്വലാത്ത് വർദ്ധിപ്പിച്ചോ, ഫിത്നയും ഫസാദും
ഗീബത്തും നമീമത്തുമായി സമയം കളയണ്ട. എസ്എസ്എഫുകാരോട് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളോട് പറയുന്നു, നമ്മൾ ആരെക്കുറിച്ചും തെറ്റിദ്ധരിക്കുന്നവരാകാൻ പാടില്ല. എവിടെന്നെങ്കിലും കേൾക്കുന്നതനുസരിച്ച് വിധി പറയുന്നവരാകാൻ പാടില്ല. സോഷ്യൽ മീഡിയയിൽ സമയം കളയുന്നവരാകാൻ പാടില്ല. ആലിമീങ്ങൾ അത് പഠിപ്പിച്ചിട്ടില്ല. നമ്മുടെ ആലിമീങ്ങളിൽ വലിയ നേതൃത്വത്തിലുള്ള നമ്മുടെ എല്ലാമായ മൗലാന പേരൂർ ഉസ്താദ് അല്ലാഹു ആഫിയത്ത് നൽകുമാറാവട്ടെ. മഹാനവറുകൾ ഇന്നലെ ഒരു വോയിസ് ഞാൻ കേട്ടു. ഒരൊറ്റ കുട്ടിയും ആരെക്കുറിച്ചും ഒരു ഗീബത്തും പറഞ്ഞു വരുത്തണ്ട. അത് ജീവിച്ചിരിക്കുന്നയാള് അയാളിൽ ഉള്ള കഥയാണെങ്കിൽ പോലും അത് പരസ്പരം ചർച്ച ചെയ്യലുകൊണ്ട് ദീനിന് ഉപകാരം കിട്ടൂല. അതേ സമയത്ത് നാലാളുകളെ അത് അറിയിച്ചാൽ എന്താണ് ഇവിടെ സംഭവിക്കുന്നറിയോ? അത് ഗുണത്തെക്കാളേറെ ദോഷമുണ്ടാകും. അതുകൊണ്ട് ആരെക്കുറിച്ചും നിങ്ങൾ അനാവശ്യം ചർച്ച ചെയ്യണ്ട. അതുമനുസരിച്ച് നിങ്ങളുടെ ദിക്റ് മുടക്കണ്ട, ഖുർആനോത്ത് മുടക്കണ്ട. അല്ലാഹുവേ, നീ ഞങ്ങളെ നന്നാക്കണം റഹ്മാനേ. സാധുക്കളായ ഞങ്ങൾ ആഖിറതമാനിൽ ജീവിക്കുന്നവരാണ്. ഞങ്ങൾക്ക് മഹബ്ബത്ത് അറിയില്ല, ഞങ്ങൾക്ക് ഇൽമില്ല, ഈമാനില്ല. നീ ഞങ്ങളെ ഏറ്റെടുക്കണം അല്ലാഹ്. സമയമായി പോയി. എല്ലാ സഹോദരിമാരും ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ നല്ല സ്വതക്ക ഈ പരിപാടിക്ക് കൊടുക്കണം. എന്റെ സഹോദരന്മാരൊക്കെ കൊടുക്കണം. ബഹുമാനപ്പെട്ട തങ്ങളുപ്പാപ്പ ആരോടും അങ്ങനെ അധികം സംസാരിക്കാത്ത വളരെ ചെറിയ മുതഅല്ലിമിനെ പോലെ അങ്ങ് ജീവിക്കുന്ന ഒരു വലിയ മഹാനാണ്. വളരെയധികം അടുത്തറിഞ്ഞ് സ്നേഹിക്കുന്ന, നമ്മളെല്ലാവരും സ്നേഹിക്കുന്ന വലിയൊരു നേതൃത്വമാണ്. അല്ലാഹ് നീ ദീർഘായുസ് നൽകണം റഹ്മാനെ, ആഫിയത്ത് നൽകണം റഹ്മാനെ. സാദാത്തുക്കളെ നമ്മൾ രാഷ്ട്രീയമായോ ഗ്രൂപ്പ് പരമായോ അല്ലാതെയോ നമ്മൾ വേർതിരിക്കാൻ പാടില്ല. ഒരൊറ്റ ആലിമിനെയും നമ്മൾ വേർതിരിക്കാൻ പാടില്ല. ഒരു മുതഅല്ലിമിനെയും നമ്മൾ വേർപ്പിക്കാൻ പാടില്ല. ഒരു മുഅ്മിനോടും അല്ലാഹുവിന്റെ ദീനിന്റെ വിഷയത്തിലല്ലാതെ മനസ്സിലൊരു ചെറിയ വെറുപ്പ് പോലും ഉണ്ടാകാൻ പാടില്ല. അത് നമ്മുടെ ഈമാനിന്റെ ഭാഗമാണെന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ വളരെ ദുഃഖത്തോടുകൂടെ ഞാൻ ഇതുവരെയും പ്രഭാഷണം നടത്തിയത്, ഞാൻ നിങ്ങളുടെ മുമ്പിൽ സംസാരിച്ചത് എനിക്ക് നിങ്ങളിൽ ലക്ഷം തരുമെന്ന പ്രതീക്ഷയിലല്ല. അൽഹംദുലില്ലാഹ്, ഞാൻ അല്ലാഹുവിനെ സ്തുതിക്കുകയാണ്. ഈ ഒരു മജ്‌ലിസ് വളരെ ഉൾപ്രദേശത്ത് ഒരുപാട് യാത്ര ബുദ്ധിമുട്ടിക്കൊണ്ട് നാട്ടിൽ നിന്ന് തന്നെ ഒരുപാടിൽ നിന്ന് തന്നെ യാത്ര ചെയ്തുകൊണ്ട് ഇവിടെ വന്നു. പക്ഷേ ഇവിടെ ആലിമീങ്ങൾ ഇല്ലാഞ്ഞിട്ടല്ല, എന്നെക്കാളും വലിയ ഇൽമുള്ള വലിയ പ്രഭാഷകന്മാർ ഉസ്താദുമാർ ഇവിടെയുണ്ട്. പക്ഷേ അല്ലാഹു നമ്മളുടെ മനസ്സിലിട്ട് തരികയാണ്. ഓരോന്നിനൊരു സബബാണ്. പടച്ചറപ്പെ നീ കബൂലാക്കണം റഹ്മാനെ. വളരെ ദുഃഖത്തോടെ ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. ഞാൻ ഇതുവരെ പറഞ്ഞത് മാത്രം നിങ്ങൾ അല്ലാഹുവിന്റെ ദീനിന്റെ വിഷയമായി